ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ആദിയുടെ അടുത്തേക്ക് പോകാൻ വൃന്ദ തിരക്ക് കൂട്ടി. ചാരുവും മയുമായി അവൾക്ക് നല്ല അടുപ്പമാണ്. നിളയും സേതുവും വൃന്ദയും കൂടി ശരത്തിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. സേതുവിൻ്റെ കഴിച്ചു കഴിഞ്ഞ് അവനുള്ള മരുന്നും കൊടുത്തിട്ടാണ് വനജയും ശ്വേതയും കഴിച്ചത്. ജയൻ ഒന്ന് മയങ്ങാൻ കിടന്നു. വിശ്വജിത്ത് കുറച്ചു നേരം സേതുവുമായി സംസാരിച്ചിരുന്നു. സേതുവിൻ്റെ വായനാശീലവും പക്വതയുള്ള സംസാരവുമെല്ലാം വിശ്വജിത്തിന് അവനോടുള്ള മതിപ്പ് എന്നും കൂട്ടിയിരുന്നു. ഈ വരവിലും അവനായി കുറച്ച് ബുക്കുകൾ കരുതാൻ വിശ്വജിത്ത് മറന്നില്ല. മരുന്നിൻ്റെ ക്ഷീണത്തിൽ അവൻ മയങ്ങാൻ തുടങ്ങിയപ്പോൾ വിശ്വജിത്ത് പുറത്തേക്കിറങ്ങി. ശരത്തിൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ചാരുതയും മയും നിലയും ഇരുന്ന് ബുക്കിൽ കളറിങ്ങോ മറ്റോ ചെയ്യുന്നുണ്ട്. അവർക്ക് അടുത്ത് തന്നെ ഫോണിൽ നോക്കി സംസാരിച്ചു കൊണ്ട് സേതിയും വൃന്ദയുമുണ്ട്. ടിവിയുടെ മുന്നിൽ നിന്ന് ആതിര ഓടിച്ചു വിട്ടതിൻ്റെ പിണക്കത്തിൽ ഇരിക്കുന്നവരെ പൊക്കിയെടുത്തു ഇവിടെ കൊണ്ടിരുത്തിയതാണ് സേതി. വിശ്വജിത്ത് അങ്ങോട്ട് നടന്നു. മുറ്റത്ത് നിന്ന് തന്നെ തിണയിലേക്ക് ചാടിക്കയറിയിരുന്നു അവൻ. എല്ലാവരും അവനെ ഒന്ന് നോക്കിയിട്ട് ചെയ്തിയെന്ന പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞു. നീ എന്താ പിള്ളേരെ പറ്റിക്കുക? ചാരുവും മയ്യും നോക്കിയിരിക്കുന്നു. നിള അവിടെ കളർ പെൻസിൽ വെച്ച് ബുക്കിൽ വരയ്ക്കുന്നത് കണ്ടാണ് വിശ്വജിത്ത് ചോദിച്ചത്. എന്തിട്ട് പറ്റിക്കണ്? ഇവരൊരു ആനയെ വരച്ചു തരാൻ പറഞ്ഞു, ഞാനത് വരയ്ക്കുന്നു. അത് തന്നെയാ ചോദിച്ചത്. റെഡ് കളർ വച്ചല്ലേ ആനയെ വരയ്ക്കുന്നത്? നിള പെൻസിലൊന്ന് നോക്കി. മോൾക്ക് റെഡ് ആനയെ ഇഷ്ടമല്ലേ? നിള മയ്യോട് ചോദിച്ചു. എനിക്ക് റെഡ് ആനേനെയും പർപ്പിൾ ആനേനെയും ഇഷ്ടമാണ്. പിന്നല്ല, മൈ പറഞ്ഞതോടെ നിള വീണ്ടും വര തുടങ്ങി. വൃന്ദ വിശ്വജിത്തിനെ നോക്കിയൊന്ന് ചിരിച്ചു. അവൻ്റെ അടുത്ത് ആരും ഇങ്ങനെ തർക്കിച്ചൊന്നും നിൽക്കലില്ല. പക്ഷേ നിളയുടെ മറുപടിയോ പെരുമാറ്റമോ അവനെ യാതൊരു തരത്തിലും ഏശിയില്ലെന്ന ഇരിപ്പ് വൃന്ദയ്ക്ക് ഇത്തിരി അതിശയമായിരുന്നു. അവളോ വൈഷ്ണവോ ആയിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ മിനിമം ഒരു കണ്ണുരുട്ടെങ്കിലും കിട്ടും. ഇത് പക്ഷേ ഒരു ചിരിയാണ് അവൻ്റെ മുഖത്ത്. അത് ഒതുക്കാനും നോക്കുന്നുണ്ട് ആള്. ഇതേ പേരയ്ക്ക് നിൽക്കണ് നോക്കിയേ. വിശ്വജിത്തിൽ നിന്ന് മാറിയ വൃന്ദയുടെ നോട്ടം ചെന്നത് ഇതയ്ക്കൽ നിൽക്കുന്ന പേരമരത്തിലാണ്. അത് ചുവന്ന പേരയ്ക്കാണ്. കാണുന്ന ടേസ്റ്റൊന്നുമില്ല. വാ പൊട്ടിച്ചു നോക്കാം. വൃന്ദ സേതിയെ പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. പാകമായി നിൽക്കണ 2-3 പൊട്ടിച്ചെടുത്തു. നിളച്ചേച്ചി പൊളിയാണല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. വരച്ച ആനയുടെ പടം പൊക്കി പിടിച്ച് പിള്ളേരെയും കൂട്ടി സെൽഫി എടുക്കുന്ന നിളയെ നോക്കി വൃന്ദ പറഞ്ഞു. മുറുകെ പിടിച്ചു, ഭാവി ഏട്ടത്തിയാ. വൃന്ദ അമ്പരന്ന് പോയി. എനിക്ക് ഏട്ടത്തിയായി സേതി ചേച്ചി മതി, വേറെ ആരും വേണ്ട. ഇപ്പോൾ കണ്ണു വീഴ്ചത് സേതിയാണ്. ഞാൻ അന്ന് പറഞ്ഞതൊക്കെ ചേച്ചി ഏട്ടനോട് സംസാരിച്ചല്ലേ. ഇപ്പം എന്നോട് എന്ത് കാര്യമായാണോ സംസാരിക്കുന്നത്? അമ്മയും അതെ, പഴയ പോലെ വഴക്കൊന്നുമില്ല. എനിക്ക് വേണ്ടതൊക്കെ ഇപ്പോൾ പറയാതെ തന്നെ ചെയ്തു തരും. എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ പറയാതെ തന്നെ അമ്മ ഡ്രസ്സ് എടുക്കാൻ ക്യാഷ് തന്നു. ഇതൊക്കെ ചേച്ചി വഴിയല്ലേ. ചേച്ചി മതി എനിക്ക് ഏട്ടത്തിയായിട്ട്. നീ ഇത് എന്തറിഞ്ഞിട്ടാ? കൊണ്ടുപിടിച്ച പ്രേമമാണ്. ആർക്ക്? നിലച്ചേച്ചിക്കോ? നിലച്ചേച്ചിക്കല്ല, നിൻ്റെ ചേട്ടന്. നീയൊന്ന് ആളെ നോക്കിയേ. പിന്നെ സേതി പറഞ്ഞത് വിശ്വാസം വരാതെ വൃന്ദ വിശ്വജിത്തിനെ തിരിഞ്ഞു നോക്കി. ഫോണിൽ നോക്കാണ് എന്ന വ്യാജേനയാണ് ഇരിപ്പ്. എന്നാൽ നോട്ടം മുഴുവനും നിളയിലാണ്. നേരത്തെ ഒരു ചിരി മായാതെ മുഖത്തുണ്ട്. നിള ഇതൊന്നും അറിയാതെ പിള്ളേരുമായി കളിയിലാണ്. വൃന്ദ 2 കൈകൊണ്ട് വായ പൊത്തി അമ്പരന്ന് സേതിയെ നോക്കി. സേതി പുരികം നോക്കി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇങ്ങേരെ എന്ത് നന്നായാണ് വായ നോക്കുന്നത്? ഇത് നമ്മുടെ ചിത്തേട്ടൻ തന്നെയാണോ? അവൾ ഒന്നുകൂടെ വിശ്വജിത്തിനെ തിരിഞ്ഞു നോക്കി. നിളച്ചേച്ചിക്കും ഇഷ്ടമാണോ? നിലാവിൻ്റെ നോട്ടമൊന്നും ശ്രദ്ധിക്കുന്നതിന് കണ്ട് അവൾ സംശയത്തോടെ തിരക്കി. അതാ രസം. നിലയ്ക്ക് ഈ സംഭവമൊന്നും അറിയില്ല. ചേച്ചിയോട് അപ്പോൾ ആരാ പറഞ്ഞത്? ഇതിപ്പോൾ തുടങ്ങിയുള്ളൂ. പറഞ്ഞ ചിത്തേട്ടൻ തന്നെയാണ്. നീ പോയി ചോദിക്കൊന്നും വേണ്ട. പിന്നെ വൈഷ്ണുവിനോടൊന്നും പോയി പറയല്ലേ, എന്നെ കൊല്ലും ചിത്തേട്ടൻ. അത് പറഞ്ഞാൽ എങ്ങനെയാ? ഇതെന്നാ തുടങ്ങിയേ? നിന്നോടായതുകൊണ്ട് പറഞ്ഞതാ. നീ ആരോടും പറയല്ലേ. ഇത് കുറച്ചധികം പഴക്കം ചെന്നതാ മോളെ. നിലയുടെ അച്ഛൻ്റെ വീട് മാമൻ്റെ വീടിൻ്റെ അവിടെയാണ്. നില കുഞ്ഞായിരുന്നപ്പോൾ തന്നെ നമ്മുടെ ചിത്തേട്ടനാൾക്ക് പുറകെ കുറേ നടന്നിട്ടുണ്ട്. അസ്ഥിക്ക് പിടിച്ച മട്ടാണ്. ചേട്ടാ, എന്നിട്ട് നമ്മളറിയാതെ പോയല്ലോ. അല്ല, ഇതെന്താ നിലച്ചേച്ചിയോട് പറയാത്തത്? ഓവർ കോൺഫിഡൻസ് ആണ് ആൾക്ക്. വേറെ വല്ലവരും കൊത്തിക്കൊണ്ട് പോകാതിരുന്ന ഭാഗ്യം. ഞാൻ നിലയൊന്ന് ഇളക്കി വിട്ടിട്ടുണ്ട്. ഇനി അവൾക്ക് വല്ലതും തോന്നി അവൾ പോയി പറഞ്ഞാലായി. അപ്പം നമ്മുടെ അടുത്ത് കാണിക്കുന്ന ഗൗരവമുള്ളൂ. ഇഷ്ടം പോയി പറയാനുള്ള ധൈര്യം ഇല്ലേ? വൃന്ദയുടെ ഭാവം കണ്ട് സേതി ചിരിച്ചു. വായോ, ചായ കുടിക്കാം.
ആതിര ചായയും ബജ്ജിയുമായി വന്നു. ചായ കുടിക്കാറായോ? നിള ഫോണിലെടുത്ത് സമയം നോക്കി. സമയമൊക്കെ ആയി പിള്ളേരെ, നിങ്ങൾ ഊണ് കഴിക്കാൻ വൈകിയതുകൊണ്ട് തോന്നുന്നതാ. ആതിര എല്ലാവർക്കുമുള്ള ചായയും എടുത്തു നൽകി. സേതിയും വൃന്ദയും കൂടി കയറി വന്നു. ഉമ്മറത്തെ ചെറിയ ടേബിളിന് ചുറ്റും എല്ലാവരും ഇരുന്നു. വിശ്വജിത്ത് തിണ്ണയിൽ തന്നെ ഇരുന്നു. വൃന്ദയുടെ കണ്ണ് ഇടതടവില്ലാതെ വിശ്വജിത്തിലും നിളയിലും മാറി മാറി നടന്നു. നിള ഒരു കയ്യിൽ മയ്യെ ചുറ്റിപ്പിടിച്ച് ബജ്ജി കഴിപ്പാണ്. അറിയാതെ പോലും ഒരു നോട്ടം വിശ്വജിത്തിലേക്ക് എത്തുന്നില്ല. അവനാണെങ്കിൽ പിള്ളേരോട് സംസാരിക്കുന്നു എന്ന പോലെ നിളയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. സേതി പതിയെ വൃന്ദയെ തട്ടി. നീ ഇങ്ങനെ നോക്കി നോക്കി ജിത്തേറിന് ഡൗട്ട് ഉണ്ടാക്കല്ലേ. ചായ കൂടി കഴിയും മുന്നേ അവരെ അന്വേഷിച്ച് വനജ വന്നിരുന്നു. പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. അധികം വൈകാൻ നിൽക്കാതെ വിശ്വജിത്തിൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും പോകാനിറങ്ങി. ചേച്ചിയുടെ ഇളക്കിൽ ഒട്ടും ഏറ്റിട്ടില്ല കേട്ടോ. നിളച്ചേച്ചി ഒന്ന് നോക്കുന്നു കൂടിയില്ല ജിത്തേട്ടനെ. ജിത്തേട്ടനാണെങ്കിൽ വായനോട്ടം മാത്രം നല്ലോണം നടക്കുന്നു. ഈ വഞ്ചി കരയ്ക്ക് പറ്റാൻ നമ്മളും കൂടി ഉത്സാഹിക്കേണ്ടി വരും. വൃന്ദ വന്ന് ചെവിയിൽ പറഞ്ഞതും സേതി അത് ശരിവെച്ചു. ഇനിയുള്ള ഓരോ അപ്ഡേഷനും അപ്പോൾ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വൃന്ദ യാത്ര പറഞ്ഞു. പോകാൻ നേരം നിളയെ നല്ലോണം കെട്ടിപ്പിടിച്ച് യാത്ര പറയാനും അവൾ മറന്നില്ല. അരിറയും കഴിഞ്ഞു നിളയും സേതിയും സേതുവിനൊപ്പം വന്നിരുന്നു. കുറച്ചു നേരം പുറത്തേക്കിരിക്കാം എന്ന് പറഞ്ഞ് വിശ്വജിത്ത് സേതുവിനെ പിടിച്ച് ഉമ്മറത്തേക്കിരുത്തി. സന്ധ്യയോടെ ശരത്തും എത്തി. ഒരു വീൽ ചെയറും സംഘടിപ്പിച്ചാണ് ആൾ വന്നത്. ശ്വേതയ്ക്ക് അത് ആശ്വാസമായി. അത്യാവശ്യം അകത്തൊക്കെ അവന് നീങ്ങാൻ അത് മതിയായിരുന്നു. ശരത്തിൻ്റെ ഒപ്പം വിശ്വജിത്ത് പുറത്ത് പോയപ്പോൾ സേതി നിലയെ പിടിച്ച് അടുത്തേക്കിരുത്തി. എൻ്റെ പൊന്നു നില, ജിത്തേട്ടനെ നല്ല രീതിയിൽ വളച്ച് കുപ്പിയിലാക്കാനുള്ള സമയമാണിത്. നീ ഒന്ന് ഉത്സാഹിക്ക്. അയ്യേ, അത്രയ്ക്ക് വേണോ? ഇങ്ങേരെ എനിക്ക് സെറ്റാവോ? പിന്നെ ആവാതെ. നില ഒന്ന് മുഖം ചൊളിച്ചു. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ എന്തൊക്കെയോ കള്ളത്തരം മണക്കുന്നില്ലേ? അങ്ങനെയൊക്കെ പറയാവോ? നിൻ്റെ ഏഞ്ചൽ ജോൺ അല്ലേ? ഒന്ന് മുട്ടി നോക്കാലേ? ആന്നേ. ഞാൻ സിംഗിളാണ്, മിങ്കിളാവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാലേ? ധൈര്യമായി ചോദിക്കുന്നേ. ഉറപ്പായും ചോദിക്കും. നില സേതിയെ തോളിൽ കൂടി കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഇത്തവണ സേതി ആ കൈ തട്ടിക്കളയാൻ നിന്നില്ല. തുടരും. സ്നേഹത്തോടെ, അഭിനവി.